സന്യാസിനി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്നൊക്കെ പറയുന്നതിന് പലതരത്തിലുള്ള ഡയമെൻഷനിൽ എല്ലാ കാലഘട്ടത്തിലും സംസാരിക്കാറുണ്ട്. അതിപ്പോൾ ഓരോരുത്തരും അതിനെ വ്യാഖ്യാനിക്കുന്നത് അവരുടേതായ മനസ്സിനകത്ത് നിന്നിട്ട് അവർ കണ്ട സ്വപ്നങ്ങളും സങ്കല്പങ്ങളും അവരുടെ കാമുകിയും വേർപിരിയലും ഒക്കെ. ഹരിതയ്ക്ക് ശരിക്കും ആ പാട്ട് എന്താണ് സന്യാസിനി? എനിക്ക് ഇന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. അതാണ് എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളോടും പറയാം, അതുപോലെ സ്നേഹിക്കുന്ന ഒരാളോടും പറയാം. അങ്ങനത്തെ എൻ്റെ ടേസ്റ്റ് ഓഫ് എന്താ പറയുക, ലിറിക്കൽ ടേസ്റ്റ് കുറച്ച് ഇങ്ങനത്തെതാ. ഇപ്പം എന്നോട് ഒരാൾ ചോദിച്ചു ഫേവറേറ്റ് റൊമാൻറ്റിക് സോങ് ഏതാ, ഞാൻ മരണമെത്തുന്ന നേരത്തെന്നാ പറഞ്ഞത്. അപ്പം ആളെ ഇന്റർവ്യൂ ചെയ്യാം, അപ്പൊ ക്യാമറ ഓഫ്, ഇത് റോൾ ചെയ്യണോ എന്ന് ചോദിച്ചു. ബിക്കോസ് ഞാൻ പറഞ്ഞു ചെയ്തു, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം എനിക്കത് എന്നും എന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നത് ആത്മാവാണ് പറയുന്നത്. അത് ആത്മാവിന് അങ്ങനെ പറയണമെങ്കിൽ അയാളുടെ ശരീരത്തിലും അയാളുടെ ചിന്തകളിലും എല്ലായിടത്തും ഈ കുട്ടി അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ ആണല്ലോ. അപ്പൊ അത് ഭയങ്കര ഉദാത്തമായ ഒരു സാധനമാണ് വയലാർ സാർ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് ഞാനിങ്ങനെ വയലാർ ദേവരാജൻ എല്ലാം ഇങ്ങനെ കേൾക്കും. ജോൺസൺ ഇതുപോലെ ഒരു നാൾ ശുഭരാത്രിയേകി പോയി ONV സാർ ഗുൽമോഹറിൽ എഴുതിയതാ. അതും ഇതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന പാട്ടുകൾ. നമ്മളെ ചില വരികൾ നമ്മൾ മരിച്ചു വീഴാറുണ്ടെന്ന് പറയില്ലേ, അങ്ങനത്തെ വരികളാണ് ഇതൊക്കെ. ഞാൻ അങ്ങനത്തെ വരികളിൽ അങ്ങ് അലിഞ്ഞു പോവും. അപ്പൊ എനിക്ക് അത്രയും എന്നെ ഇത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചില കവിതകൾ ഇപ്പൊ സന്യാസിനിയില് ഈ ഒരു ടേക്ക് അവേ ഉണ്ട്. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢം എന്നോട് ആരാമത്തിൽ. എനിക്ക് എന്താ ഇല്ലാത്ത കാമുകനെ ആലോചിച്ചിരുന്നിട്ട് വിഷമിക്കുന്ന സ്വഭാവമുണ്ട്. അക്കൂട്ടത്തിൽ തോന്നിയതാണിത്. അപ്പൊ എനിക്ക് സ്വപ്നങ്ങൾ കണ്ട് നിന്നെ കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പം അങ്ങ് ഞാൻ വിരിക്കാം. ഞാനിങ്ങനെ ഓർക്കും ONV സാർ എങ്ങനെയാണ് ഇങ്ങനെ പ്രണയാർദ്രമായിട്ട് വരികൾ എഴുതുന്നത്. ഞാൻ ബേസിക്കലി ലവ് സോങ്സ് കേൾക്കാറുണ്ടല്ലോ. അപ്പൊ എനിക്കിതിങ്ങനെ ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ എന്നൊക്കെ പറയുമ്പോ അത് എത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള, എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളെ കാത്തിരുന്നിട്ടാണ് ആ ആരാമത്തിൽ ഒരു മുറി തുറക്കാതെ വെക്കുന്നത് എന്നാലോചിച്ച്. പിന്നെ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ എന്നാണ്. ചെവിയിൽ പാടുക പോലെയല്ല, ചെവിയിൽ മൂളാൻ പാടുന്നുണ്ടാവും, പക്ഷെ ഒരു മൂളാൻ എന്നാണ് എഴുതിയത്. അപ്പൊ അതൊക്കെ ഭയങ്കര പൊയറ്റിക് ആയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പാട്ട് ഭയങ്കര ഫേവറേറ്റാ.